ഹായ് ഫ്രണ്ട്സ്, ഞാനിന്നൊരു ചുരിദാറിൻ്റെ നെക്ക് ഡിസൈനാണ് ചെയ്യുന്നത്. അതിനായിട്ട് ഇതുപോലുള്ള ക്യാൻവാസ് എടുത്ത് രണ്ടായിട്ട് മടക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ആദ്യം ഒരു 2 ഇഞ്ച് വീതിയിൽ നമുക്കിവിടെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം. ഈ 2 ഇഞ്ച് നമ്മുടെ നെക്കിൻ്റെ ഉള്ളിലേക്ക് പോകുന്ന പോർഷനാണ്, അതുകൊണ്ടിട്ടാണ് ആ 2 ഇഞ്ച് നമ്മൾ മാറ്റി വെച്ചത്. ഇനി ബാക്കി എൻ്റെ നെക്കിൻ്റെ വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ 3.25 ഇഞ്ചാണ് ഞാൻ എടുക്കുന്നത്. താഴേക്ക് ലെങ്ത്ത് വരുന്നത് 7 ഇഞ്ചും. അപ്പോൾ അത് നമുക്കൊന്ന് മാർക്ക് ചെയ്തെടുക്കാം. 3.25 ഇഞ്ച് വിട്ടും 7 ഇഞ്ച് ലെങ്ത്തിലും നമുക്കൊരു ബോക്സ് ആക്കിയിട്ടുണ്ട്. കണ്ടോ, ഇതുപോലെ ഒരു ബോക്സ് ആക്കി. ഇനി ഇതുപോലൊരു ലീഫിൻ്റെ പോലത്തെ ഒരു ഷേപ്പ് കണ്ടോ, ഈ ഒരു ഷേപ്പാണ് നമ്മളിവിടെ നെക്കിന് കൊടുക്കുന്നത്. അപ്പോൾ ആ 2 ഇഞ്ച് നമ്മൾ എക്സ്ട്രാ വിട്ടതിലേക്കും കൂടി കയറ്റിയിട്ടാണ് വരച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഈ വരച്ചതിൻ്റെ താഴേക്ക് ഒരു 2.25 ഇഞ്ച് വെച്ചിട്ടാണ് ഞാൻ മാർക്ക് ചെയ്യുന്നത്. 2 ഇഞ്ച് വീതിയുള്ളൊരു പീസാണ് ഞാൻ ഇവിടെ എടുക്കുന്നത്. 1/4 ഇഞ്ച് നമുക്ക് തയ്യൽ തുമ്പാണ്. അങ്ങനെ 2.25 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്യുകയാണ്. അതും ഇതുപോലെ ഇങ്ങനെ ഒന്ന് വരച്ച് കൂട്ടി യോജിപ്പിക്കാം. ഇതുപോലെ യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ താഴേക്കും ഒരു പീസ് കൂടി വേണം. അതെനിക്കിപ്പോൾ ഇവിടെ സ്ഥലം തികയത്തില്ല. നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ താഴെ 1 ഇഞ്ച് കൂടി മാർക്ക് ചെയ്തിട്ട് അതും കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഈ 2.25 ഇഞ്ച് വീതിയിലുള്ള ഈ ക്യാൻവാസാണ് എടുക്കുന്നത്. മുകളിലും ഇതുപോലെ കറക്റ്റായിട്ടൊന്ന് വെച്ചിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ 2.25 ഇഞ്ച് വീതിയുള്ള ഒരു ക്യാൻവാസ് പേപ്പറാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇത് നമുക്കൊന്ന് നടുക്ക് വെച്ചിട്ട് രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. അവിടെ വെച്ചിട്ടൊന്ന് രണ്ടായിട്ട് കട്ട് ചെയ്ത് കണ്ടോ, ഇതുപോലെ. ഇതിങ്ങനെ ഇതിൻ്റെ മുകളിലേക്ക് കയറ്റി വെക്കുകയാണ് ചെയ്യുന്നത്. അതാണ് ഞാൻ 2 ഇഞ്ച് എക്സ്ട്രാ വിട്ടിട്ട് ബാക്കി മാർക്ക് ചെയ്തത്. ആ 2 ഇഞ്ച് നമുക്ക് ഉള്ളിലേക്ക് പോകും, അതിന് വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഇതിൻ്റെ പുറമേക്ക് ഒരു പീസ് കൂടി വേണം. ഞാൻ പറഞ്ഞില്ലേ, ഒരെണ്ണം കൂടി വേണം എന്നുള്ളത്. അത് നമുക്ക് അതിൻ്റെ താഴേന്ന് തന്നെ 1 ഇഞ്ച് മാർക്ക് ചെയ്തെടുക്കാം. എനിക്കത് സ്ഥലം തികഞ്ഞില്ല. അപ്പോൾ ഞാൻ സെപ്പറേറ്റ് ഒരു പേപ്പറിൽ നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ നെക്കിൻ്റെ ലെങ്ത്ത് എന്ന് പറഞ്ഞ വിഡ്ത്ത് 3.25 ഇഞ്ചാണ്. പിന്നെ എക്സ്ട്രാ ഒരു 2 ഇഞ്ച് കൂടി നമ്മൾ വിട്ടിട്ടുണ്ടല്ലോ. അങ്ങനെ 5.25 ഇഞ്ചിലാണ് ഇവിടെ മാർക്ക് ചെയ്യേണ്ടത്. വീതി 5.25 ഇഞ്ച് മാർക്ക് ചെയ്തു. ഇവിടെ താഴേക്ക് വന്നിട്ട് 7 ഇഞ്ച് നോർമൽ നെക്ക് ലെങ്ത്ത്, പിന്നെ 2 ഇഞ്ച് കൂടി വിട്ടത്, അങ്ങനെ 9 ഇഞ്ച്. ആ 1/4 ഇഞ്ച് നമ്മൾ കൂട്ടണ്ട. 2.25 എടുത്തതിൻ്റെ 1/4 ഇഞ്ച് കൂട്ടണ്ട. ആ 1/4 ഇഞ്ച് നമുക്ക് തയ്യൽ തുമ്പായിട്ട് നമ്മളുടെ ഉള്ളിലേക്ക് പോകുന്ന പീസാണ്. അത് കാരണം നമ്മൾ അതവിടെ കൂട്ടുന്നില്ല. 2 ഇഞ്ച് മാത്രം കൂട്ടിയാൽ മതി. അവിടെയും ഇതേ ഷേപ്പ് തന്നെ കൊടുത്തിട്ട് നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. 1 ഇഞ്ച് വീതിയിലോ 3/4 ഇഞ്ച് വീതിയിലോ നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. കണ്ടോ, ഈ ഒരു ചെറിയ പീസ് മതി നമുക്ക്. ഈ ക്യാൻവാസ് നമ്മളങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ടോപ്പിൻ്റെ പോർഷനിലേക്ക് വെച്ച് നമുക്ക് തേച്ചെടുക്കാം. പിന്നെ ഈ 2 പീസും കൂടി ഉണ്ട്. ഇത് സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്നതാണ്. അത് ബോട്ടത്തിൻ്റെ കളറ് പച്ചയാണ്. ആ കളറിലേക്കാണ് ഞാൻ ആ ക്യാൻവാസ് തേച്ചെടുത്തത്. പിന്നെ അതിൻ്റെ അടിയിലേക്ക് വെക്കാനായിട്ട് ഓറഞ്ച് പീസും എടുത്തിട്ടുണ്ട്. ഇതുപോലെ ഓറഞ്ച് പീസ് നമുക്ക് അടിയിൽ വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ തേച്ചെടുത്ത ക്യാൻവാസ് കണ്ടോ, ആ പച്ച കളറ് നമുക്കിങ്ങനെ പുറമേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ മുകളിലൂടെ ഒന്ന് അടിച്ചു കൊടുക്കാം. ഇവിടെ തയ്ക്കുമ്പോഴത്തേക്കും ക്യാൻവാസിലേക്ക് കയറാതെ ക്യാൻവാസിൻ്റെ തൊട്ടടുത്ത് കൂടി ആ തുണിയിലേക്കാണ് നമ്മൾ തയ്ച്ചു കൊടുക്കുന്നത്. ഈ എൻഡ് പോയിന്റിൽ കൊണ്ടുവന്ന് നമ്മൾ നിർത്തിയ ശേഷം തിരിച്ച് ആ കർവൊക്കെ വരുന്ന ആ പോർഷൻ അടിക്കുമ്പോഴത്തേക്കും ഒരു പോയിന്റ് മാത്രം ക്യാൻവാസിലേക്ക് കയറ്റിയിട്ടാണ് അടിക്കുന്നത്. ആ ഒരു പോയിന്റ് ക്യാൻവാസിലേക്ക് കയറ്റി അടിച്ചത് എന്തിനാണെന്ന് വെച്ചാൽ ഒരു ചെറിയ പൈപ്പിംഗ് പോലെ അവിടെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഈ ഒരു മെഷീൻ്റെ ലൈറ്റിങ് അവിടെ വന്നത് കാരണം കൊണ്ടിട്ട് അത് അത്ര ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നില്ല. നമുക്കൊരു ചെറിയ പൈപ്പിംഗ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അവിടെ ആ ഒരു പോയിന്റ് മാത്രം ഇതിലേക്ക് കയറ്റി അടിച്ചത്. അത് തയ്ച്ചതിന് ശേഷം ഈ ബാക്കി വന്ന ക്ലോത്ത് എല്ലാം കട്ട് ചെയ്ത് മാറ്റി ഇവിടെ കുറച്ച് നോച്ചസ് ഒക്കെ ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇതുപോലെ ഇങ്ങനെ ആ എൻഡ് പോർഷൻ ഇങ്ങനെ കൈകൊണ്ട് തന്നെ ഉള്ളിലേക്ക് കയറ്റിയിട്ട് ഒരു കൂർത്ത എന്തെങ്കിലും, ഞാനിപ്പോൾ ഈ കത്രിക വെച്ചിട്ടാണ് ഒന്ന് പുറത്തേക്ക് അത് തള്ളിയെടുക്കുന്നത്. കണ്ടോ, ഇതുപോലെ നമുക്ക് പുറത്തേക്ക് വലിച്ചെടുക്കാം. ഇത് വലിച്ചെടുത്ത ശേഷം കൈ കൊണ്ടിട്ട് തന്നെ ഇതൊന്ന് കറക്റ്റായിട്ട് നിവർത്തി കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ആ പൈപ്പിംഗ് അവിടെ വരുന്ന രീതിയിൽ ആ തുണി കൈകൊണ്ട് തന്നെ ഇങ്ങനെ ഇത്തിരി അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച ശേഷം നമുക്ക് അതിൻ്റെ മുകളിലേക്ക് ഒന്ന് തയ്ച്ചു കൊടുക്കാം. ഇവിടെ നമുക്കിപ്പോൾ പൈപ്പിംഗ് പോലെ കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ തയ്ച്ച് വരുമ്പോൾ നമുക്ക് സെപ്പറേറ്റ് അവിടെ പൈപ്പിംഗ് വെക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെ തന്നെ അങ്ങ് തയ്ച്ചെടുക്കാം.
ഇതുപോലെ തന്നെ 2 പീസും നമുക്ക് തയ്ച്ചെടുക്കാം. കറക്റ്റായിട്ട് നമുക്ക് ആ പൈപ്പിങ്ങൊക്കെ അവിടെ കിട്ടിയിട്ടുണ്ട്. ഇതാണ് നമ്മളുടെ ടോപ്പിൻ്റെ തുണി വരുന്നത്. ഈ തുണി 2ആയിട്ട് മടക്കിയിട്ടിട്ട് ഇതേ മുകളിലൊരു നോച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. സെൻറ്റർ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതാണിപ്പോൾ ടോപ്പിൻ്റെ നല്ല വശം വരുന്നത്. ഇത് നല്ല വശമാണ്. ഇതിൻ്റെ മുകളിലേക്ക് ലൈനിങ് വെച്ച് കൊടുക്കുകയാണ്. ഈ ലൈനിങ്ങിൽ തന്നെയാണ് നമ്മൾ ക്യാൻവാസ് വെച്ച് തേച്ചിരിക്കുന്നത്. അത് ഇതുപോലെ സെൻറ്റർ ഒന്ന് കറക്റ്റ് വെച്ചിട്ട് അവിടെ ഷോൾഡറിൻ്റെ അവിടെ 2 മൊട്ടുസൂചി കുത്തി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് താഴേക്ക് എടുത്തിട്ട് ആ ബാക്കിൽ നമ്മുടെ തുണിയുടെ ടോപ്പിൻ്റെ സെൻറ്ററും കൂടി നോക്കിയിട്ട് താഴെയും ഒരു മൊട്ടുസൂചി കുത്തി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഇവിടെ ഒന്ന് തയ്ച്ചു കൊടുക്കാം. ക്യാൻവാസിൽ കയറാതെ തുണിയിലേക്ക് ആ ക്യാൻവാസിൻ്റെ തൊട്ടടുത്ത് കൂടിയാണ് നമ്മളിവിടെ ഒന്ന് തയ്ച്ചു കൊടുക്കുന്നത്. ഇതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മൊട്ടുസൂചിയൊക്കെ മാറ്റിയ ശേഷം ഇവിടെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഒരു 1/4 ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ടാണ് കേട്ടോ, 1/4 ഇഞ്ച് അവിടെ തുണി ഇട്ടിട്ടാണ് ബാലൻസ് ഉള്ള തുണി നമ്മൾ കട്ട് ചെയ്ത് മാറ്റുന്നത്. ഇനി ഇവിടെ നമുക്ക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അവിടെ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇതുപോലെ തുണി ഇപ്പുറത്തേക്ക് മറിച്ചെടുക്കാം. ലൈനിങ് മറിച്ചെടുത്തിട്ടുണ്ട്. ലൈനിങ് ഉള്ളിലേക്ക് ആക്കി നേരെ വെച്ചിട്ട് ഇവിടെ ഒരു പ്രാവശ്യം ഒരു സ്റ്റിച്ച് നമുക്കിവിടെ ഇട്ട് കൊടുക്കാം. ഇവിടെ നമ്മൾ തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്കാണ് നമ്മൾ നേരത്തെ തയ്ച്ചു വെച്ച ആ ലീഫിൻ്റെ ഷേപ്പിലുള്ള ഈ പച്ച കളർ പീസ് വെച്ച് കൊടുക്കുന്നത്. ഇതുപോലെ ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുത്തിട്ട് നമ്മൾ തയ്ച്ചെടുക്കുകയാണ്. ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഇത് കണ്ടോ, ഇങ്ങനെ നമുക്ക് തയ്ച്ചെടുക്കാം. അതിനായിട്ട് ഇവിടെ നമ്മൾ നേരത്തെ ഒരു 2.25 ഇഞ്ചല്ലേ എടുത്തത്. അപ്പോൾ ആ 1/4 ഇഞ്ച് ഉള്ളിലേക്ക് വരുന്ന രീതിയിലാണ് നമ്മളിവിടെ തയ്ച്ചെടുക്കുന്നത്. നമുക്ക് ആ 1/4 ഇഞ്ച് ഉള്ളിലേക്ക് വെച്ചിട്ട് ഇവിടെ ഒന്ന് അടിച്ചെടുക്കാം. വേണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഷോൾഡർ കറക്റ്റ് ആണോ എന്ന് ഇവിടെ ഒന്ന് അളന്ന് നോക്കാം. എന്നിട്ട് അതിനനുസരിച്ചിട്ട് നമുക്കിത് അഡ്ജസ്റ്റ് ചെയ്യാമല്ലോ. അപ്പോൾ എൻ്റെ ഷോൾഡർ ഇപ്പോൾ കറക്റ്റ് ആയിരുന്നു. ഞാൻ അതുപോലെ തന്നെ അങ്ങോട്ട് അടിച്ചെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ നേരത്തെ ഒരു സ്റ്റിച്ച് ഈ ക്യാൻവാസ് വെച്ച് മറിച്ചടിച്ചപ്പോൾ ഇതിൻ്റെ മുകളിൽ അടിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിൻ്റെ മുകളിൽ കൂടി തന്നെയാണ് അടിക്കുന്നത്. 2 സ്റ്റിച്ചായിട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ മുകളിലേക്ക് തന്നെ നമ്മൾ അടിക്കുകയാണ്. ഇപ്പം ഇങ്ങനെ വെക്കുമ്പോഴത്തേക്ക് ഒരു മൊട്ടുസൂചി വെക്കാൻ വേണ്ടി ഇതിങ്ങനെ വലിച്ചെടുത്ത് എന്നിട്ടൊരു മൊട്ടുസൂചി വെച്ചിട്ട് ചെയ്താലാണ് നമുക്ക് കുറച്ചുകൂടി പെർഫെക്റ്റായിട്ട് അവിടെ വരിക. കേട്ടോ, നമ്മളുടെ ആ പോയിൻ്റൊക്കെ കറക്റ്റാക്കി വെച്ചിട്ട് അവിടെ ഒന്ന് മൊട്ടുസൂചി കുത്തി കൊടുക്കാം. കേട്ടോ, ഇനിയിപ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും തെന്നത്തില്ല. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ തയ്ച്ച് വരുമ്പോൾ തെന്നി മാറുന്നുണ്ട്. അത് കാരണം കൊണ്ടിട്ടാണ്. ഇനിയിപ്പോൾ അതുപോലെ വെച്ചിട്ട് ഒന്ന് അടിച്ചെടുക്കാം. ആ പോയിന്റിൽ കൊണ്ടുവന്ന് നിർത്തി അതുപോലെ തന്നെ ചരിച്ചെടുത്തിട്ട് 1/4 ഇഞ്ച് തന്നെ ഉള്ളിലേക്ക് വെച്ചിട്ട് നമ്മളിവിടെ അടിച്ചെടുക്കുകയാണ്. ഇതിപ്പോൾ നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ആ ഉള്ളിലേക്ക് വിട്ട 1/4 ഇഞ്ച് ഉണ്ടല്ലോ, ആ 1/4 ഇഞ്ച് കൂടി ഒന്ന് ഇതിൽ ഫിക്സ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു 1/4 ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ട് നമുക്ക് ഒരു സ്റ്റിച്ച് കൂടി കൊടുക്കാം. അങ്ങനെ നമ്മളവിടെ 2 സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നമുക്ക് ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇതിങ്ങനെ വെക്കുമ്പോൾ കണ്ടോ ഇവിടെ ഓപ്പൺ ആയിട്ട് വരുന്ന കണ്ടോ. അപ്പോൾ അതും കൂടി ഒന്ന് നമുക്ക് തയ്ച്ചെടുക്കാം. ഇവിടെ ഇങ്ങനെ തയ്ച്ചിട്ട് ഈ വളവിൽ കൊണ്ടുവന്ന് നമുക്ക് നിർത്താം. ഫുൾ അങ്ങോട്ട് അടിച്ചെടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ നമുക്ക് ആ വളവിൽ അങ്ങനെ നിർത്തിയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ, നമ്മുടെ നെക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇതുപോലെയാണ് നമ്മൾ ഫുൾ ചുരിദാർ തയ്ച്ചെടുത്തിരിക്കുന്നത്. എന്നിട്ട് അവിടെ ആ നടുക്കൊരു ബട്ടൺ കൂടി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കസ്റ്റമർ യൂസ് ചെയ്യുന്ന ഷോള് മൾട്ടി കളർ ഷോളാണെന്ന് പറഞ്ഞിട്ട് എന്നെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും കളേഴ്സൊക്കെ വരുന്നൊരു ഷോൾ ആയതുകൊണ്ടിട്ടാണ് ഇതും കൂടി അതിൻ്റെ അടിയിൽ വെച്ച് കൊടുത്തത്. നെക്കിൽ വെച്ചിരിക്കുന്ന ഇതേ കളർ തന്നെ സ്ലീവിൻ്റെ അടിയിലും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മളുടെ നെക്ക് കഴിഞ്ഞിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്